ഹായ്, ഞാൻ കബീർ കാട്ടൂർ. ഞാൻ കഴിഞ്ഞ 22-ാം തീയതി നിങ്ങൾക്കൊരു വീഡിയോ യൂട്യൂബിൽ സെൻഡ് ചെയ്തിരുന്നു. കരിങ്കല്ല് പണി എങ്ങനെ ചെയ്യാം, അതിൻ്റെ അടിത്തറ ആദ്യമായി ചെയ്യുന്ന ഫൗണ്ടേഷൻ കരിങ്കല്ലാണ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ഫൗണ്ടേഷൻ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് നമ്മൾ ഗ്രൗണ്ട് ലെവൽ, വാട്ടർ ലെവലല്ല ചെയ്ത് 4 ഇഞ്ച് താത്തിയിട്ടാണ്. അതിൻ്റെ തുടർ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത വീഡിയോയിൽ വരുന്നു. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെയാണ് ചെയ്യുന്നത്. നമ്മൾ അന്ന് നിന്നിരുന്ന അതേ സ്ഥലത്താണ് ഇതേപോലെ റൈറ്റ് ആംഗിൾ തിരിച്ചു നന്നായി ഡ്രൈ പാക്ക് അടിച്ച് പാക്ക് ചെയ്തിരിക്കുകയാണത്. ഇതേമാതിരി നന്നായി ലോക്ക് ചെയ്ത് ചീള് വെച്ച് പണിത. ഇതിൻ്റെ ഗുണം നമ്മൾ ഒന്നിച്ച് പാക്ക് ചെയ്ത് കിട്ടുന്നതിനേക്കാളും വളരെ ഉറപ്പോടുകൂടി കിട്ടുന്നതാണ്. ഇതുപോലെ ചെയ്തിട്ട് ഒരു വട്ടം കൂടി നമ്മൾ മണ്ണിട്ടത് കലക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വരും. അപ്പോൾ നമ്മൾ അടി ഫൗണ്ടേഷൻ ഒരു ലെയർ താത്തിയിട്ട് രണ്ടാമത് അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ പാടുന്ന വാട്ടർ ലെവൽ ചെയ്തെടുക്കുന്ന ഒരു പണിയാണ് കാണുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഒരു ബേസ്മെൻറ്റ് പണിയെന്ന പോലെ തന്നെ പരമാവധി ശ്രദ്ധിച്ച് കല്ലുകൾ ഇതാകും ഇതുപോലെ നീളത്തിൽ ഇടാൻ ശ്രമിക്കുക. ഈ കല്ലിട്ടതിന് ലോക്ക് ചെയ്ത് എതിർവശത്ത് അതേപോലെ തന്നെ കല്ലിടാൻ ശ്രമിക്കുക. ഇത് വെച്ചതിനൊപ്പം തന്നെ നമ്മൾ നീളമാകുന്നത് കല്ലെടുത്തിട്ട് ഇതൊരു നീളം പരമാവധി ചെറിയ കല്ലാണെങ്കിലും കൂടി അതിനൊരു നീളമുണ്ടെങ്കിൽ അതിനൊന്ന് നമ്മൾ പതുക്കെ ഒന്ന് തട്ടി ശരിയാക്കി ശരിയാക്കിയിട്ട് അതിൻ്റെ നല്ലൊരു വശം നോക്കി അതിനെടുക്കുക. അത് ഇരിക്കുന്നത് നല്ലൊരു ചീളെടുത്തിട്ട് അതിനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ആ ചുറ്റി കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഒരു സീറ്റിങ്ങിൽ അത് വന്നില്ല. ഇതേമാതിരി നമ്മൾ എതിർവശത്തും ഒരു കല്ലിടുക. നീളത്തിൽ ഇതുപോലെ വയ്ക്കാൻ ശ്രമിക്കുക. അതിനെ ഗ്യാപ്പിൽ നമ്മൾ പാകമായ ഒരു കല്ല് നോക്കിയിട്ട് നമ്മൾ വെച്ചതിൽ ചീളിറക്കി പതുക്കെ ഒന്ന് തച്ചിട്ട് കൊണ്ട് തട്ടി കൊടുക്കും. അതേമാതിരി ചെറിയൊരു ഗ്യാപ്പിലേക്ക് ഈ ഒരു കല്ല് എങ്ങനെയാണോ അതിൻ്റെ നീളം കിട്ടുന്നത് അതുപോലെ അത് വെച്ച് വരുന്ന ഗ്യാപ്പുകളിലൊക്കെ ചീള് കൊടുത്ത് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. വെറുതെ കുറേ കല്ല് പറക്കിയിട്ട് ചെയ്താൽ അതിന് ഗുണം കിട്ടുന്നില്ല. നമ്മളൊരു തറ പണിയുമ്പോൾ പുതിയതായി തറ പണിയാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഈ വീഡിയോ ശ്രദ്ധിക്കുക. തുടർന്നും ഇതുപോലെ വീഡിയോ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിക്കും. എൻ്റെ നമ്പർ ഞാനിതിൽ ഇടുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. പണി ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്താൽ വളരെ ഗുണത്തോടുകൂടി ഉറപ്പോടുകൂടി നമുക്കത് ചെയ്യാം. ഇതിൽ പൈസ ലാഭം നോക്കരുത്. അടിത്തറയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒരിക്കലും കാശ് കുറവ് നോക്കിയിട്ട് പണി ഏൽപ്പിക്കുമ്പോൾ ആ പണി നല്ലതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ.